വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നു എന്നത് കേന്ദ്ര മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് CJPയുടെ പ്രതിഷേധങ്ങളുടെ തുടർന്ന് നിക്കൽ കള്ളിയില്ലാതെ കേന്ദ്ര സർക്കാരിന് ധർമ്മേന്ദ്ര പ്രധാനെ രാജിവെപ്പിക്കേണ്ടി വന്നു എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. നീറ്റ് ചോദ്യപേപ്പർ ചർച്ചയിൽ ആണ് ഇത് സംബന്ധിച്ച സുപ്രധാനമായൊരു തീരുമാനം എടുക്കുന്നത്. ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന ഒന്ന് എന്ന് തന്നെ പറയാം. നരേന്ദ്രമോദിയുടെ 3ാം ടേമാണ്. നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയതിനു ശേഷം ഇത്തരത്തിൽ ഒരു മന്ത്രിക്ക് രാജിവെക്കേണ്ടി വരുന്നു എന്നത് ആദ്യ സംഭവമായി മാറുന്നു എന്നതാണ്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധം, ആ പ്രതിഷേധം രാജ്യവ്യാപകമായി അലയടിച്ച പശ്ചാത്തലം, അവിടെ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം കോക്രോച്ച് ജനതാ പാർട്ടിക്ക് പിന്തുണ നൽകിയ സാഹചര്യം. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കേന്ദ്ര മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ, വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന് രാജിവെക്കേണ്ടതായി വന്നത് എന്നതാണ്. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം ഉണ്ടായതിനു ശേഷം മന്ത്രിയെ സംരക്ഷിക്കുന്ന സാഹചര്യം തന്നെയായിരുന്നു. ഒരുപക്ഷെ മന്ത്രിസഭാ പുനഃസംഘടനയിലൂടെ ധർമ്മേന്ദ്ര പ്രധാന സ്ഥാനം നഷ്ടമായേക്കുമെന്ന സൂചനകളുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു പുനഃസംഘടന ഉണ്ടായില്ല. അതുമാത്രവുമല്ല, ഏതെങ്കിലും തരത്തിൽ, അതായത് പ്രധാനമന്ത്രി അടക്കം ഈ വിഷയത്തിൽ വലിയ തോതിലുള്ള പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. പതിവിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹം ഓൺലൈനിലൂടെ, അതായത് മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ അഭിസംബോധന ചെയ്യുകയും ഈ വിഷയത്തിൽ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ആ ഘട്ടത്തിൽ പോലും ധർമ്മേന്ദ്ര പ്രധാനുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം നടത്തിയില്ല എന്ന് മാത്രവുമല്ല, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിൽ കൂട്ട നടപടി ഉണ്ടാകുന്നു, ഉദ്യോഗസ്ഥർക്കെതിരെ കൂട്ട നടപടി ഉണ്ടാകുന്നു. അപ്പോഴും ധർമ്മേന്ദ്ര പ്രധാനെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുക എന്നത് തന്നെയായിരുന്നു വിവരം. ഇന്ന് ഉച്ചയ്ക്ക് ചർച്ച നടത്തുന്നതുവരെ സമയം അനുവദിക്കണമെന്ന് CJP പ്രതിനിധികളോട് ഇന്നലെ മന്ത്രിസംഘം ആവശ്യപ്പെട്ടതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രാജി എന്നതാണ് വിവരം. VV വിനോദാണ് നാഷണൽ ഡെസ്കിൽ നിന്ന്. വിനോദ്, ഈ രാജി ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടുണ്ടോ? മന്ത്രി രാജിക്കത്ത് കൈമാറിയോ? എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, ഇപ്പോൾ വരുന്ന ഏറ്റവും സുപ്രധാനമായ വിവരമാണ് മന്ത്രി രാജിവെച്ചു എന്നത്. ഇന്ന് 3 മണിയോടുകൂടിയാണ് 3ാം ഘട്ട ചർച്ച തീരുമാനിച്ചിരിക്കുന്നത്. അതിനു മുൻപ് തന്നെ പോലീസും സമരക്കാരും വീണ്ടും ജന്തർ മന്ദറിൽ ഏറ്റുമുട്ടുന്ന നിലയുണ്ടായി. പോലീസ് ലാത്തി പ്രയോഗിച്ചു, കണ്ണീർ വാതകം പ്രയോഗിച്ചു. വീണ്ടും സ്ഥിതി കൈവിട്ടു പോകുന്ന നിലയിലേക്ക് പ്രതിഷേധം മാറുന്നൊരു നിലയുണ്ടായിരുന്നു. രാവിലെ തന്നെ അഭിഷേക് ദീപ് വ്യക്തമാക്കിയത് ഈ രാജിയില്ലാതെ ഒരു ഒത്തുതീർപ്പിനുമില്ല, ഒരു സമവായ ചർച്ചയ്ക്കുമില്ല, സമരവുമായി മുന്നോട്ട് പോകും. മാത്രമല്ല, കൂടുതൽ സമരത്തിലേക്ക് രാജ്യവ്യാപകമായി ഈ സമരം വ്യാപിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനവും സമരക്കാരുടെ ഭാഗത്ത് നിന്നുണ്ടായി. ഈ ഒരു ഘട്ടത്തിലാണ് ധർമ്മേന്ദ്ര പ്രധാനെ കൈവിട്ടുകൊണ്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നടപടി. പരമാവധി ധർമ്മേന്ദ്ര പ്രധാനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ നടപടികൾ സ്വീകരിച്ചിരുന്നു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിയെ മാറ്റി. അതോടൊപ്പം തന്നെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിൽ അവിടെ 47 പേരെയാണ് കൂട്ടത്തോടെ പിരിച്ചുവിട്ടത്. പുതിയ നിയമം കൊണ്ടുവരുമെന്ന് നരേന്ദ്രമോദി തന്നെ പ്രഖ്യാപിച്ചിരുന്നു. അവർക്ക് ശിക്ഷ നൽകുന്നത്, ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ നടത്തിയാൽ അവർക്ക് ശിക്ഷയായി നൽകുന്നത് 10 കോടി രൂപയും അതോടൊപ്പം തന്നെ 10 വർഷത്തെ ജയിൽ ശിക്ഷയും. ഇങ്ങനെ ഒരു പ്രഖ്യാപനം പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി. പാർലമെന്റ് സമ്മേളനം നടക്കുന്ന സമയമാണ്. തിങ്കളാഴ്ച തന്നെ ഈ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരുമെന്ന ഉറപ്പ് നൽകി. അതോടൊപ്പം തന്നെ ഈ വിചാരണയ്ക്ക് വേണ്ടി ഫാസ്റ്റ് ട്രാക്ക് കോടതി സ്ഥാപിക്കുമെന്ന നരേന്ദ്രമോദിയുടെ ഉറപ്പ്. 2 തവണയായി പ്രധാനമന്ത്രി വീഡിയോയിലൂടെ വന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ദൃശ്യങ്ങൾ സമരക്കാരെ അഭിസംബോധന ചെയ്യുന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ 2 വീഡിയോ ക്ലിപ്പുകൾ പുറത്തു വന്നു. ഇങ്ങനെയൊക്കെ ചെയ്ത് ഈ സമരക്കാരെ തണുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ. അതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ ഈ വിദ്യാർത്ഥികൾക്ക് നഷ്ടപരിഹാരം നൽകും, സമരക്കാർക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കുമെന്ന പ്രഖ്യാപനം, FIRകൾ മുഴുവൻ പിൻവലിക്കുമെന്ന് രേഖാമൂലം എഴുതി നൽകി. അവിടെയൊക്കെ തന്നെ ഈ സമരം രാജിയില്ലാതെ അവസാനിപ്പിക്കാൻ കഴിയും എന്ന ഒരു പ്രതീക്ഷയിലായിരുന്നു BJP കേന്ദ്ര നേതൃത്വം ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെയാണ് മന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടാകുമ്പോൾ ധർമ്മേന്ദ്ര പ്രധാനെ ഈ വകുപ്പിൽ നിന്ന് മാറ്റി മറ്റൊരു വകുപ്പ് നൽകും എന്ന തരത്തിലുള്ള ചില അഭ്യൂഹങ്ങളും ചില കേന്ദ്രങ്ങളിൽ നിന്ന് പ്രചരിച്ചിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായി ഇന്ന് രാവിലെ തന്നെ ഇപ്പോൾ ഇതാ അഭിജിത് ദീപ് കെ സമരവേദിയിൽ സമരക്കാരെ അഭിസംബോധന ചെയ്യുകയാണ്. मैं चाहता हूं 2 मिनट का साइलेंस, 2 मिनट का साइलेंस इन बच्चों के लिए, 2 मिनट का साइलेंस इन बच्चों के लिए।
प्लीज मेरी रिक्वेस्ट है आप सभी से, नीचे 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 2 मिनट का साइलेंस। लेकिन नहीं भाई यार, CJPയുടെ പനി നിശ്ചയം നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിവാദത്തിൽ ഇതാ സമരനായകൻ ആ പ്രതിഷേധക്കാരെ അഭിസംബോധന ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷേ വലിയ ആവേശത്തിലാണ് പ്രതിഷേധക്കാർ എന്നതാണ്. ജന്തർ മന്ദറിൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് പ്രതിഷേധക്കാരാണ് തടിച്ചുകൂടിയിട്ടുള്ളത്. അവരോട് സംസാരിക്കാനാണ് അഭിഷേക് ദീപ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. और ये इस्तीफा गवाह इस बात का, अगर आप लोग डरेंगे नहीं, अगर आप लोग इस सरकार के सामने झुकेंगे नहीं, तो अच्छे के इस्तीफे ले सकते हैं हम। तो डरना नहीं है, डरना नहीं है, डेमोक्रेसी है। अगर डेमोक्रेसी में बोलने से डर लगने लगे तो कैसी डेमोक्रेसी है? जब डरना नहीं है, अगर अपनी आवाज उठाओगे तभी ये लोग लाइन में रहेंगे, और इन्हें लाइन में रखना जरूरी है, इन्हें लाइन में रखना जरूरी है, क्योंकि ये जो आज खुद को बादशाह समझ बैठे हैं ना, ये हमारी वजह से बैठे हुए हैं। और इस्तीफा हो गया है, लेकिन हमारी 2 और मांगे, ऐसे ही नहीं जाएंगे। नीचे उतरो, ऐसे ही नहीं जाएंगे। कॉकरोच है, एक बार घुसता है तो निकलता नहीं है कॉकरोच। धर्मेंद्र प्रधान का इस्तीफा तो हो गया है, लेकिन जिन बच्चों ने सुसाइड करी है उनके परिवार को 1 करोड़ का मुआवजा और मिलना चाहिए ना, मिलना चाहिए ना, 1 करोड़ का मुआवजा उन सारे परिवारों को। और दूसरा, ये जो पुलिस वाले गुंडों ने हरकत करी थी 20 तारीख को, उसके ऊपर पुलिस वालों के ऊपर एक्शन तो होना ही चाहिए। डीसीपी संदीप लांबा, एसीपी अजय शर्मा, सचिन शर्मा, ये जो लाठियां चलाई है ना अपने अमित शाह और मोदी के नाम पर, अभी एक इस्तीफा हुआ है, याद रखना कॉकरोच से पंगा नहीं लेना है। अगर एक मंत्री का इस्तीफा ले सकते हो तो तुम लोग क्या हो? तुम्हारी हमने लाठियां खा ली, सर फुड़वा लिया। इस देश के स्टूडेंट्स ने बहुत हिम्मत वाला काम करा। तो 20 जुलाई के बाद और 20 जुलाई से जितने भी स्टूडेंट्स के ऊपर केसेस किए गए वो सारे के सारे वापस होने चाहिए। एंड टू द पीपल ऑफ इंडिया, भैया to the people of India, this is how a democracy should be. ये लोकतंत्र है। मुझे पिछले एक महीने से बहुत बड़े पॉलिटिशियंस, बहुत बड़े मीडिया वाले कहते थे क्या कर रहे हो, कब तक बैठोगे, नहीं देंगे इस्तीफा। अब जानते नहीं होते इस सरकार को, बहुत ही निर्दयी सरकार है, किसी की नहीं सुनती है ये सरकार, अपनी मनमानी करती है, बहुत जिद्दी सरकार है। 36 दिन हर रोज मुझसे ये सवाल पूछा जाता था, इस्तीफा नहीं होगा तो क्या होगा, ये लोग इस्तीफा नहीं देंगे, मुझे हर किसी ने कहा। और जब मैं यूएसए से निकला था
तब कई सारे लोग ये कहते थे तुझे क्या लगता है तू इंडिया जाएगा, इंडिया में क्रांति आएगी। आ गई क्रांति। और जो लोग पिछले 36 दिनों से हमें बोल रहे थे इस्तीफे नहीं होते इस सरकार में, ये सरकार इस्तीफे नहीं करवाती, उन सभी लोगों से मैं फिर से कहता हूं, झुकती है दुनिया। और इस देश के युवा ने दिखा